NSU ദേശീയ പ്രസിഡന്റ് ഹൈബീഡിന്റെ പേരിന് മുൻതൂക്കം നൽകിയായിരുന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എറണാകുളത്തെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചത്. എന്നാൽ ഡൽഹിയിൽ നിന്നും പാർട്ടി ടിക്കറ്റുമായി എറണാകുളത്ത് പറന്നിറങ്ങിയത് KV തോമസ്. ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന SFI നേതാവ് സിന്ധു ജോയ് ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയിരുന്നു. പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ടായ അതിർത്തി പരിഹരിച്ച് സിന്ധുവിനൊപ്പമെത്താൻ കിതയ്ക്കുന്ന KV തോമസിനെയാണ് പ്രചരണത്തിന്റെ ആദ്യ നാളുകളിൽ അന്ന് എറണാകുളം കണ്ടത്. എന്നാൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിരുന്ന KV തോമസിന് മണ്ഡലത്തിന്റെയും വോട്ടർമാരുടെയും കെമിസ്ട്രി മനസ്സിലാക്കി മുന്നേറി വിജയം ഉറപ്പാക്കാൻ അധികം വിയർക്കേണ്ടി വന്നില്ല. ജാതി സമവാക്യങ്ങളെ സമർത്ഥമായി പരീക്ഷിച്ചും ഇടത് കോട്ടകളിലെ വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കിയും തോമസ് മാഷ് ജയിച്ചു കയറിയത് 11,700 വോട്ടുകൾക്ക്. ജയിച്ച് ഡൽഹിക്ക് വിമാനം കയറിയ MP സംസ്ഥാനത്തെ ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാഞ്ഞിട്ടും മന്ത്രിയായി തിരിച്ചുവരുന്നതാണ് പിന്നീട് കണ്ടത്. ഈ ഒരു രാഷ്ട്രീയ കെമിസ്ട്രി തന്നെയാണ് പാർട്ടി നേതൃത്വ സമ്പന്നമായിട്ടും എറണാകുളത്ത് KV തോമസിന്റെ സ്ഥാനാർത്ഥി സാധ്യതകൾ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടാത്തതിന്റെ കാരണവും. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പരിഗണനയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കൂടുതൽ നേതാക്കളിൽ സ്ഥാനാർത്ഥി മോഹ പ്രതീക്ഷകൾ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ KV തോമസിന്റെ രാഷ്ട്രീയ രസതന്ത്രത്തിന് മുന്നിൽ ഈ മോഹങ്ങൾ കരിഞ്ഞുണങ്ങാനാണ് സാധ്യത. കൊച്ചിയിൽ നിന്നും ജയേഷ് രാഘവൻ.